ഹലോ, സ്റ്റോറി ടെൽ അവതരിപ്പിക്കുന്ന പുസ്തക പേച്ച് എന്ന പോഡ്കാസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ദീപ ആന്റണി. ആൻഡ് നമ്മൾ ഇപ്പോഴും ലോക്ക്ഡൌണിൽ തന്നെയാണ്. ഇപ്പോഴും നമ്മളെല്ലാവരും കഴിയുന്നതും വീട്ടിലിരിക്കുകയാണ്, അധികം പുറത്തിറങ്ങാതെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ലോക്ക്ഡൌൺ നമ്മളിപ്പോൾ 4ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചെറിയ ചെറിയ ആനുകൂല്യങ്ങളോടുകൂടി നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ ഇപ്പോഴും നമ്മളെല്ലാവരും ആ ഒരു എന്താ പറയാ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ആളുകളുമായി അധികം അടുത്ത് ഇടപെടാൻ പറ്റാതിരിക്കുക, അതായത് ഫിസിക്കലി. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കരുതി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചാൽ ഈ ഒരു അവസ്ഥ, അതായത് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് പുറത്തൊന്നും പോകാതെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥ ഒരു 10-15 വർഷം മുമ്പായിരുന്നുവെങ്കിൽ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിയേനെ. ഇപ്പൊ എന്റെ ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞത് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം പോക്കാനാണെങ്കിൽ ഒരു ഫേസ്ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് കണക്ഷൻ ഉണ്ടാവാം, ആമസോൺ പ്രൈം കണക്ഷൻ ഉണ്ടാവാം, സീരീസ് കാണാം, പുസ്തകങ്ങൾ ഓൺലൈനായി വാങ്ങി വായിക്കാം വേണമെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തു പോകണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ ഒരു സൊമാറ്റോയോ സ്വിഗ്ഗിയോ യൂസ് ചെയ്ത് ഭക്ഷണം ഡെലിവറി ചെയ്യിപ്പിക്കാം, ഗ്രോസറീസ് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും വീട്ടിൽ വരും നമുക്കായിട്ട്. നമ്മൾ ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് 10-15 വർഷം മുമ്പായിരുന്നെങ്കിൽ ഈ ഒരു സൗകര്യം ഉണ്ടാവില്ല തന്നെ. അപ്പൊ ഓരോ കാര്യത്തിനും നമുക്ക് ഇറങ്ങി പുറപ്പെട്ട് ചെയ്തേ മതിയാവൂ. അപ്പൊ അങ്ങനെ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും ഉണ്ട്. അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്കാണ് ഇപ്പൊ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് വായനയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഈ ഒരു സമയത്ത് മുഷിഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കിൻഡലോ അങ്ങനെയുള്ള ഈ റീഡേഴ്സ് ഉള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ടെക്നോളജി അതുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പോഡ്കാസ്റ്റിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് ഇന്റർനെറ്റ് അല്ലെങ്കിൽ ടെക്നോളജിയെ പറ്റി സംസാരിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. അതിനായി ഞാൻ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വിളിച്ചിരിക്കുന്നത് ഋഷികേഷ് ഭാസ്കറിനെയാണ്. അദ്ദേഹം സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ ഇവിടെ കൂടെ എത്തിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഋഷികേഷിനെ അറിയുന്നത് ഒരു ബുക്ക് ക്ലബിലൂടെയാണ്. ബുക്ക് ക്ലബിന്റെ പേര് പുസ്തക പേച്ച് എന്ന് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പോഡ്കാസ്റ്റിനും ഈ പേര് തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ പേരൊന്ന് കടമെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ ഞാൻ ഈ ബുക്ക് ക്ലബ് ജോയിൻ ചെയ്യുന്നതിനൊക്കെ വളരെ മുമ്പേ ഋഷി ബുക്ക് ക്ലബിന്റെ ഭാഗമാണ്. അതിന്റെ തുടക്കത്തിലുള്ള ആള് തന്നെയാണ് ഋഷി. സോ ഋഷി, വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഋഷി പറയൂ, എങ്ങനെയാണ് പുസ്തക പേച്ച് എന്ന ഈ പേര് ആരുടെ? Sample complete. Ready to continue?